അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുക്തിവാദി സുഹൃത്തുക്കളോട് വിശേഷിച്ചും ഖുർആനിനെ അനാവശ്യമായി വിമർശിക്കുന്ന ആളുകളോട് പൊതുവെയും അവർക്ക് വേണ്ടി ഈ വീഡിയോ ശകലം നാം പുറത്തുവിടുകയാണ്. ഖുർആനിൽ സൂറത്ത് ഫാത്തിഹയുടെ വിശദീകരണത്തിൽ ഏതാണ്ട് എല്ലാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസുണ്ട്, ഒരു നബി വചനമുണ്ട്. മുഹമ്മദ് നബി ഒരു സഹാബിയോട്, ഒരു അനുചരനോട് ചോദിക്കുകയാണ്, ഖുർആനിൽ മറ്റു ഇടങ്ങളിലൊന്നും കാണപ്പെടാത്ത, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങി മുൻ വേദങ്ങളിലൊന്നും എവിടെയും കാണപ്പെടാത്ത ഒരു വിശിഷ്ടമായ അധ്യായം ഖുർആനിലുണ്ട്, അത് നിങ്ങൾക്കറിയുമോ എന്ന് സഹാബികൾ, പ്രത്യേകിച്ച് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ അറിയില്ല. നബി കൊടുത്ത മറുപടി, അത് സൂറത്തു ഫാത്തിഹയാണ്, ഖുർആനിലെ 1-ാമത്തെ അധ്യായം. അപ്പൊ ഈ ഗ്രന്ഥങ്ങളിലൊന്നും സമാനമായ വാക്യങ്ങളില്ല എന്ന് ഒരദൃശ്യ ജ്ഞാനം മുഹമ്മദ് നബിക്ക് ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ഒരു ജ്ഞാനലബ്ധി നബിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ യുക്തിവാദി സുഹൃത്തുക്കൾ തൗറാത്തും ഇഞ്ചീലും സബൂറും പറ്റുമെങ്കിൽ മറ്റു പൗരാണിക വേദപുസ്തകങ്ങളെല്ലാം പരിശോധിച്ച് അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തി, അതിലില്ലെന്ന് വരുന്ന പക്ഷം, അതിലില്ല എന്ന കാര്യം നമുക്കുറപ്പാണ്, നബിക്ക് ഒരു അദൃശ്യജ്ഞാനം ലഭിച്ചു എന്ന കാര്യം അവർ സമ്മതിക്കേണ്ടി വരും. പല സംവാദങ്ങളിലും ഇങ്ങനെ മുഹമ്മദ് നബിക്ക് അദൃശ്യജ്ഞാനം ലഭിച്ചിട്ടുണ്ടോ, അതിന് തെളിവുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ അദൃശ്യജ്ഞാനം അവരുടെ സമക്ഷത്തിങ്കിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് അവർ കണ്ടുപിടിച്ചാൽ, അതില്ലെന്ന എന്ന് അവർ തെളിയിച്ചാൽ അവർക്ക് ഖുർആനിനെ വിമർശിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം മുഹമ്മദ് നബിക്ക് അദൃശ്യജ്ഞാനം ലഭിച്ചു എന്ന കാര്യം നമ്മൾ സ്ഥിരീകരിക്കേണ്ടി വരും. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.